ആദ്യം തന്നെ ഞങ്ങള് ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് കരുതിയത്. ഇപ്പോ 3,17,000 രൂപ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 3,17,074 അല്ലെങ്കിൽ 3,17,000 രൂപ ഇപ്പോ ദീപകിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദീപകിന്റെ അക്കൌണ്ടിലേക്കും പിന്നീട് 2 ലക്ഷം രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ AK ഫൈസൽ ജി, അതേപോലെ ശ്രീ ഹീലർ അബ്ദുള്ള, അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD ആണ്. രണ്ടുപേരും ദുബായിലുള്ളവരാണ്. അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മുടെ അക്ബർ സാർ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. MRFന്റെ ശ്രീ ജോയ്, ശ്രീ മുകേഷ്, അഖിൽ അടക്കമുള്ള ആൾക്കാർ, അഖിലുണ്ട്. ഹോമീസ് എന്ന് പറയുന്ന ഒരു ആപ്പ്, അങ്ങനെ ഞങ്ങളൊരു പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഹോമീസ് മെൻ കി ബാത്ത് എന്നുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ കഴിയുന്ന സപ്പോർട്ടുണ്ട്. അപ്പോൾ 2 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. പേരന്റ്സിനോടും അഭ്യർത്ഥിച്ചു, ഇവരുടെ റിലേറ്റീവ്സിനോടും. ഒന്ന്, ജനുവരി 17 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ദിവസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൌർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഒരു പുരുഷൻ അവന്റെ അവകാശങ്ങളിലും അവന്റെ ജീവിതത്തിലെ വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. അതോടൊപ്പം ദീപകിന്റെ ഓർമ്മ നിലനിർത്താൻ, കാര്യം നമ്മളൊക്കെ ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ കാണുന്നത്. ഇവരുടെ ജീവിതം അതിനുശേഷവും തുടർന്നു പോകണമല്ലോ. അപ്പോൾ ദീപകിന്റെ ഓർമ്മ നിലനിർത്താൻ, ദീപകിന്റെ സ്മരണാർത്ഥം 24 hours ലഭ്യമായ ഒരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിന്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും. 24 മണിക്കൂറും ഏത് പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ലാൻഡ് ലൈൻ നമ്പർ അല്ല. പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെന്റ് ഒന്നും വർക്ക് ചെയ്യാറില്ല. പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ്. അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും, അതായത് അവർ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറുടെ അടുത്തേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടുണ്ട്. അതിന് വ്യത്യസ്ത സംഘടനകളോട്, MRF അടക്കമുള്ള സംഘടനകളോട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട്.